ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ എന്ന് പറയുന്നത് വളരെ അധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ആൻഡ് നമുക്കറിയാം നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് ഒക്കെ ഒരുവിധം PSC എടുത്താലും ഒക്കെ നമുക്ക് കഴിഞ്ഞ ഒരു 2023 ജൂണിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് എക്സാംസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ലിസ്റ്റുകൾ കുറേ എക്സ്പയർ ഡേറ്റ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇനിയുള്ള 2 വർഷം ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൽ RRB JEE SSC JEE പോലെ എല്ലാ എക്സാമുകൾക്കും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയേഴ്സിന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള PSC എടുക്കുകയാണെങ്കിൽ നമുക്ക് LSGD AE, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലെ AE, പിന്നെ വാട്ടർ അതോറിറ്റി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ PWD ഇറിഗേഷൻ, ഹൈഡ്രോളജി, ഗ്രൗണ്ട് വാട്ടർ, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് AE വേക്കൻസീസ് ഒക്കെ തന്നെ 2 വർഷത്തിനുള്ളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാനും എക്സാംസ് വരാനും ചാൻസസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നോട്ടിഫിക്കേഷൻസ് വരാനെങ്കിലും ചാൻസ് ഉണ്ട്. LSGD AE ഒക്കെ നമ്മൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും എക്സാമും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാംസ് എല്ലാം പല ലെവൽ, അതിന് ഓവർസിയർ എക്സാംസ് എടുത്താലും ഒരുപാട് എക്സാംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സാംസ് എല്ലാം തന്നെ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ പ്രിപ്പറേഷൻ ഒരിക്കലും കൊണ്ടുപോകാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എക്സാംസ് എല്ലാം ഓൾ ഇൻ എ ഗ്ലാൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ എക്സാംസിനെല്ലാം എഫക്റ്റീവായി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സഹായകരമായിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് നമുക്ക് ഫില്ലായിട്ടുണ്ട്. 30 സീറ്റ്സ് നമുക്ക് ഫില്ലായിട്ടുണ്ട്. നമ്മുടെ പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണെന്നും ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ എങ്ങനെ ഇനി സഹായിക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മൾ ജൂലൈ 14 രാത്രി 7 മണിക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മീറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ വെബിനാറിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ടാകും. ആ ഫോം ഫില്ല് ചെയ്താൽ മതി. സോ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളെ എങ്ങനെ എക്സാമിലേക്ക് മൗൾഡ് ചെയ്ത് നിങ്ങളുടെ എക്സാം ജേർണി ഈസി ആക്കി മാറ്റുകയും റാങ്ക് ലിസ്റ്റിൽ എങ്ങനെ മുകളിൽ എത്താൻ പറ്റും എന്നും നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യും. ഞാനാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് രാത്രി 7 മണിക്ക് ജൂലൈ 14 സോ മറക്കാതെ രജിസ്റ്റർ ചെയ്യാം. താങ്ക് യു.